إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഉൾക്കൊണ്ട് സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമുദായം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഇടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മകൾ വിലയിരുത്താനും ദോഷങ്ങൾ വിലയിരുത്താനുമൊക്കെ ഒരു മുസ്ലിം ഉമ്മത്തിന് പുറത്തുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മുസ്ലിങ്ങൾ ചെയ്യുന്ന നല്ലതായ പ്രവൃത്തികളുടെ പേരിൽ, അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിന് പുറത്തുള്ള ആളുകൾ നമ്മെ പ്രശംസിക്കാറുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികളുടെ ചീത്ത പ്രവർത്തനങ്ങൾ കാരണം തന്നെ മുസ്ലിങ്ങളും ഇസ്ലാമും ഒക്കെ മൊത്തത്തിൽ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യവുമൊക്കെ നിലവിലുണ്ട്. മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന, അവർ നിർവഹിക്കുന്ന മഹത്തായ പല കാര്യങ്ങളും പൊതുസമൂഹം തന്നെ വലിയ തോതിൽ ഏറ്റെടുക്കുകയും സമുദായത്തെയും സമൂഹത്തെയും നേതൃത്വത്തെയും ഒക്കെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കൂടുതലായുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, കാരുണ്യക്ഷേമ പ്രവർത്തന രംഗത്ത്, ദീനീ പ്രബോധന രംഗത്തൊക്കെ ആ നിലക്കുള്ള അനുഭവങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ട് എന്നതും സത്യമാണ്. മുസ്ലിം പേരുകളിലുള്ള ആളുകൾ ചെയ്യുന്ന നീചമായ, മോശമായ
തിന്മകളുടെ പേരിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ എല്ലാം ചീത്തപ്പേരുകളും അവരുടെ പേരിൽ വരവ് വെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് എന്നെക്കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ ഇടപെടലുകൾ കൊണ്ട് എൻ്റെ ഉമ്മത്തിനും എൻ്റെ ദീനിനും ഒരു ചീത്തപ്പേരും ഒരു അപമാനവും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രവർത്തനം നമുക്ക് നിർവഹിക്കാൻ കഴിയും. അത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതും പ്രധാനമാണ്. അല്ലെങ്കിൽ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്ന നിലക്ക് മുസ്ലിം സമുദായത്തെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ പലരും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ചീത്തപ്പേര് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പലപ്പോഴും ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തുക എന്നത് പുതിയ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ സമുദായത്തിലെ 3 വിഭാഗം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തരത്തിലുള്ള പ്രവർത്തകർ, 3 തരത്തിലുള്ള മാനസികമായ അവസ്ഥകളുള്ള ആളുകൾ, 3 തരത്തിൽ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടി ഈ വേദഗ്രന്ഥത്തെ അവകാശപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാണ്. നമ്മളൊക്കെ പലരും, ഭൂരിഭാഗം ആളുകളും ജനിച്ച ഉടനെ തന്നെ മുസ്ലിം മാതാക്കളുടെയും പിതാക്കളുടെയൊക്കെ ആളുകളായി ഒരു മുസ്ലിം ഉമ്മത്തിന്റെ അവകാശികളായി വന്നവരാണ്. ഈ വേദഗ്രന്ഥത്തെ നേരത്തെ തന്നെ കിട്ടിയ ആളുകളാണ്. എന്നാൽ പലരും ഈ വേദഗ്രന്ഥത്തെ പറ്റി പിന്നീട് പഠിക്കുകയും ഇതാണ് സത്യവും ശരിയുമെന്ന് മനസ്സിലാക്കി മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായ ആളുകളുണ്ട്. രണ്ടുകൂട്ടരും ഒരുപോലെ അല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നേരത്തെ തന്നെ നമ്മളെ ഇതിന്റെ അവകാശികളാക്കി വെച്ചവരാണ്. ആ നിലയ്ക്ക് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ഈ ദീനിനോടുള്ള കടപ്പാടുമൊക്കെയുണ്ട്. അള്ളാഹുവിനോട് പരിധിയിലേറെ ശുക്ർ ചെയ്യേണ്ടവരുമാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫമിൻഹും, ആ വേദഗ്രന്ഥത്തിന്റെ അവകാശികളാക്കപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ആരാണ് ഈ ളാലിമുൽ ലിനഫ്സിഹി എന്ന വിഭാഗത്തിൽ പെടുക? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണ്. ഫർളായ പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എന്നതാണ്, വീഴ്ച വരുത്തുന്നു അവർ. രണ്ടാമത്തെ എന്താണ്? നിരോധിക്കപ്പെട്ട പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. ഹറാമായ പല കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പൊ നാവ് കൊണ്ട് പറയുമ്പോൾ ഭയങ്കര ദീനായിരിക്കും. ആയത്തും ഹദീസും ഇസ്ലാമിന്റെ ചരിത്രവും ഒക്കെ അവരെങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. ദീനിയാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ദീനാണെന്നൊക്കെ പറയും. പക്ഷെ ഖൽബ് കൊണ്ട് പലപ്പോഴും അവർ ദീനിന് കളങ്കം വരുത്തുന്നു, ദീനിയായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നു. ശിർക്ക് സംബന്ധമായ കാര്യങ്ങളിൽ പലപ്പോഴും വീണുപോകാൻ സാധ്യതയുള്ള ഒരു മാനസികാവസ്ഥയുള്ളവർ, തെറ്റായ കാര്യങ്ങളിൽ പലപ്പോഴും അവർ അങ്ങനെ വിഹരിച്ചു പോകുന്നവർ, മനസ്സ് തെറ്റിലേക്ക് എപ്പോഴും ഇങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയുള്ളവർ, അവർക്ക് അതിന്റെ പേരിൽ ഹമ്മും ഹുസ്നും ഉണ്ടാകുന്നു, സങ്കടങ്ങളും വിഷമങ്ങളും ഖേദവും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുക. തെറ്റിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, അതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വരുന്ന ആളുകൾ, മറ്റുള്ളവരാൽ അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ, അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ വാങ്ങേണ്ട ആളുകൾ, അത്തരം ആളുകൾ ഉമ്മത്തിലുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആ ഒരു അവസ്ഥയിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം. തിരുത്താനുള്ള സമയമാണ്. തിരുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം. തെറ്റുകൾ സംഭവിച്ചു പോകും. ഇതിങ്ങനെ ചെയ്ത് ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെട്ടുപോകും. രണ്ടാമത്തെ പറഞ്ഞ ആരാണ്? വമിൻഹും മുഖ്തസിദുൻ എന്നാണ്. എന്നാൽ ഒരു മിതമായ സ്റ്റൈലിൽ ഇങ്ങനെ പോണ ആൾക്കാരുണ്ട്. ഓവർ ദീനിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല. എന്നാൽ ഈ ളാലിമുൽ നഫ്സല്ല, എപ്പോഴും അക്രമവും തിന്മയും തെറ്റും അങ്ങനെ ചെയ്തു പോണ ആളുകളല്ല. കൂടുതൽ നന്മകൾ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. നിർബന്ധ കർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുന്നുണ്ട്, ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഹറാമുകളൊക്കെ പലപ്പോഴും ഉപേക്ഷിക്കുന്നു. പക്ഷെ ഇതിനിടയിൽ വീഴ്ച പറ്റിപ്പോണ ആളുകളാണ്. തെറ്റുകൾ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ സംഭവിച്ചു പോകുന്ന ആളുകളെ പറ്റിയും ഖുർആൻ പറഞ്ഞു. തൗബ ചെയ്തൊക്കെ നന്നായി പെട്ടെന്ന് ശരിയാകണമെന്നൊക്കെ മനസ്സ് പറയുന്ന ഒരു വിഭാഗം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. നമ്മൾ അവിടെയാണോ ഉള്ളത് എന്ന് ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കുക. മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി ഖുർആൻ ഈ ആയത്തിൽ വിശേഷിപ്പിക്കുന്നത് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ എന്നാണ്.
നന്മകളിൽ നിരന്തരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫർദ് ചെയ്യുന്നുണ്ട്, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, തെറ്റുകൾ പറ്റാതിരിക്കാനുള്ള സൂക്ഷ്മതയുണ്ട്, നന്മകളിൽ അങ്ങനെ മുൻകടന്നു പോകുന്ന ആളുകളാണ് അവർ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നല്ല തഖ്വയോടുകൂടി നിരന്തരമായ കർമ്മങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് അവരങ്ങനെ നിരന്തരമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എന്താ ലഭിക്കുക? അപാരമായി നിഅമത്തുണ്ടാകും, ബർക്കത്തുണ്ടാകുമെന്നാണ്. അള്ളാഹു തആല പറഞ്ഞു അവർക്ക് അത് ഭയങ്കര ഫളിലാണ്, മഹത്തായ ഒരു ഫളിലിന് ഉടമകളായി അവർ മാറുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ 3 വിഭാഗങ്ങളിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ളാലിമുൻ ലിനഫ്സിഹി എന്നിടത്താണോ, മുഖ്തസിദ് എന്ന് പറഞ്ഞിടത്താണോ, സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്നിടത്താണോ നമ്മളുള്ളത് എന്ന് നമ്മളോട് തന്നെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ്. ഈ നന്മകളിൽ മത്സരിച്ച് മുന്നേറിപ്പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ നസാബിറ മിൻ ദഹബിൻ വലുഉലുഅൻ വലിബാസുഹും ഫീഹാ ഹരീർ. അവർ അല്ലാഹുവിന്റെ അപാരമായ സ്വർഗങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടും. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, ആ നന്മ കൊണ്ട് അവർ സ്വർഗത്തിന്റെ അവകാശികളായി മാറും. യുഹല്ലൗന ഫീഹാ മിൻ നസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു തരത്തിലുള്ള വളകൾ അവർ അണിയിക്കപ്പെടും. വലുഉലുഅൻ, മുത്തുകളും പവിഴമൊക്കെ കൊണ്ടുള്ള അലങ്കരിച്ച അലങ്കാരങ്ങൾ അവർ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളിൽ അവർ അനുമോദിക്കപ്പെടുന്ന അണിയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന സ്വർഗത്തിന്റെ അവകാശികളായി അവർ മാറുമെന്നാണ്. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നത് പ്രധാനമാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ളാലിമുൻ ലിനഫ്സിഹി എന്ന വിഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എങ്കിൽ അവിടെ നിന്ന് മുഖ്തസിദായി മാറാനും അവിടെ നിന്ന് സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്ന വിഭാഗത്തിലേക്ക് മാറാനുമുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന 3 തരത്തിലുള്ള ആളുകളുണ്ട്. 3 രൂപത്തിലാണ് അവർ വിചാരണയെ നേരിടുക എന്നതാണ്. അപ്പൊ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ 3 നിലക്ക് വിചാരണ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് അവരുടെ പ്രത്യേകത? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തി സലാസത്തുൻ അസ്ലാസ്, 3 വിഭാഗം ആളുകളുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ഫഖുൽതു, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസുലുസുൻ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ, ഒരു വിചാരണയും ഒരു ശിക്ഷയും ഒന്നുമില്ലാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ ഉണ്ടാകുമെന്നാണ്. അവർക്കൊരു വിചാരണയില്ല, ഒന്നുമില്ല. അവർ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. അതിൽ ഉൾപ്പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടണ്ട. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു, വസുലുസുൻ, അതിലൊരു വിഭാഗം ആരാണ്? യുഹാസിബൂന ഹിസാബൻ യസീറ, അവർക്ക് വിചാരണ ഉണ്ട്, പക്ഷെ വളരെ എളുപ്പത്തിൽ അത് കടന്നു പോകുന്നതാണ്. വളരെ എളുപ്പത്തിലായിരിക്കും, ഒരു പ്രയാസവും അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള വിഭാഗവും കടന്നു പോകും സ്വർഗത്തിലേക്ക്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, വസുലുസുൻ യംഹസൂന വയക്ഷിഫൂൻ, കുറച്ച് കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ച് കുറച്ച് ഇടവേളകൾക്കൊക്കെ ശേഷം ശിക്ഷകളൊക്കെ അനുഭവിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഉണ്ടാവും. കറകളഞ്ഞ വിശ്വാസികൾ, മുവഹ്ഹിദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവർ, പക്ഷേ ചില തിന്മകൾ പൊറുക്കപ്പെടാതെ കടന്നുപോയി. വലിയ ഗൗരവമുള്ള ചില തെറ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അതൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ സ്വർഗത്ത് പോകുമല്ലോ എന്നുള്ളത്. നരകത്തിന്റെ ഭയാനകതയും ശിക്ഷയും എന്നൊക്കെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ തീ നമ്മുടെ ശരീരത്തെ സ്പർശിച്ചാൽ സഹിക്കാനാകാത്ത വിധത്തിലാണ് അതിന്റെ സംവിധാനങ്ങൾ എന്ന് നരകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ സാബിഖുൻ ബിൽ ഖൈറാത്ത്, അവരുടെ വിശ്വാസം ശരിയായിട്ടുണ്ട്, അവരുടെ അമലുകൾ കൃത്യമായിട്ടുണ്ട്, അവരുടെ ബാധ്യതകൾ അവർ നിർവഹിക്കുന്നുണ്ട്. ആ നിലക്ക് അല്ലാഹുവിന്റെ ബർക്കത്തിന്, നിഅമത്തിന് ഒക്കെ ഭാഗമായ ആളുകളാണ് അവർ. ആ നിലക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ നമ്മളിതിൽ എവിടെ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. നിരന്തരമായി നന്മ ചെയ്യാൻ കഴിയുക എന്നത് ഒരു പ്രത്യേകതരം മനസ്സാണ്.
അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും. ആരാണവർ, എന്താണ് അവരുടെ പ്രത്യേകത? അത് സൂറത്തുൽ മുഅ്മിനൂനിൽ ഖുർആൻ അവരുടെ പ്രത്യേകതകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. എന്താണ് അവരുടെ പ്രത്യേകത? ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. പടച്ചോനെ പേടിയുള്ള ആളുകളാണെന്നാണ്. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ളൊരു ഭയം, അള്ളാഹിനെ കുറിച്ചുള്ളൊരു വിചാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. ഒരു ഭക്തി ബഹുമാനത്തോടുകൂടി, ഒരു ഉൾഭയത്തോടുകൂടി അവർ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ഒരു വിചാരപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ നമുക്കുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. നന്മകൾ ഇങ്ങനെ നിരന്തരം ചെയ്യാൻ അള്ളാഹിന്റെ അടുത്തുനിന്ന് ഒരു വിളിയാളം പോലെ നമുക്കൊരു പ്രചോദനം ഉണ്ടാകുക. തെറ്റിലേക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടാകുക. പടച്ചോണ്ടല്ലോ, വിചാരണ ഉണ്ടല്ലോ, സ്വർഗവും നരകമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഉൾഭയം നമുക്കുണ്ടാകുക. തിന്മകളിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുക ഒരു സാഹചര്യം, നമ്മുടെ മാനസികമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. വല്ലദീന ഹും ബി ആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. രണ്ടാമത്തെ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവർ ദൃഢവിശ്വാസികളാണ്, നല്ല വിശ്വാസികളാണ് അവർ. അവർക്ക് പിന്നെ അതിൽ സംശയമൊന്നുമില്ല. ഖുർആൻ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് പിന്നെ സംശയമൊന്നുമില്ല. അള്ളാഹുവിന്റെ തിരുദൂതർ അതിനെ വിശദീകരിച്ചെന്ന രൂപങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ആളുകൾ. ഖുർആൻ ആയത്തുകൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല, അതിനങ്ങനെ വിശ്വസിക്കുന്നില്ല, അവർ പ്രവർത്തിക്കുന്നില്ല. ഖുർആനിന്റെ ആയത്തുകളെ അങ്ങനെ സ്വീകരിച്ച ആളുകൾ, നമുക്കത് സാധിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ഇദാ ദുഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ മനസ്സിൽ ഒരു ബേജാറുണ്ടാവും. പടച്ചോനെ എന്നുള്ളൊരു വിളിയാളം അവരുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ നമ്മൾക്ക് ഒരു അനുഭവം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. മറ്റൊന്ന്, അവരുടെ പ്രത്യേകത എന്താണ്? വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ എന്നതാണ്. അവരുടെ ജീവിതത്തിൽ ശിർക്ക് കലരുന്നില്ല. ശിർക്കിൽ നിന്ന് അവർ മുക്തമാണ്. ഒരു കാര്യത്തിലും റബ്ബിന്റെ വിഷയത്തിൽ അവർ യാതൊരു നിലക്കും പങ്കുചേർക്കാത്തവരാണ്. ശിർക്ക് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ മുവഹിദുകളായ ആളുകളാണ്, മുജാഹിദുകളായ ആളുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കണിശമായി പഠിച്ച് അതിൽ ശിർക്ക് കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആളുകളാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒരു സൃഷ്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ ശിർക്ക് സംഭവിക്കും. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ, കരുതിയാൽ അവിടെ ശിർക്ക് സംഭവിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാവൂ എന്നുറപ്പിക്കുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ശരിക്കും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് എന്താണ്? വല്ലദീന യുതൂന മാ തൗവ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നമ്മൾ ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക. എന്താണ് നമ്മൾ ചെലവഴിക്കാനുള്ള കാരണം, മാനദണ്ഡം? നമ്മുടെ മനസ്സലിയുന്നത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞാണ് ചെയ്യേണ്ടത്. എന്താണ് അപ്പൊക്കുള്ള ബോധം? നാളെ പടച്ചോനെ കണ്ടുമുട്ടുമല്ലോ, നാളെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലണമല്ലോ എന്നോർത്ത് വളരെ തൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. ഇതൊക്കെ നല്ല വ്യക്തിത്വങ്ങളുടെ സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുമെന്ന് പറഞ്ഞവരുടെ ഗുണങ്ങളാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മകളിൽ മത്സരിക്കുന്നവർ, ധൃതി കൂട്ടി മത്സരിക്കുന്നവർ. വഹും ലഹാ സാബിഖൂൻ, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ അവരെത്തുമെന്നാണ്. മുൻകടന്നെത്തുന്നവർ അവരായിരിക്കുമെന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാലിമായി നിൽക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല. പലപ്പോഴും തെറ്റുകളിലേക്ക് വീണുപോകും, തെറ്റുകളുടെ കൂട്ടങ്ങളിൽ നമ്മൾ പെട്ടുപോകും. നമ്മുടെ മനസ്സ് പലപ്പോഴും അതിലേക്ക് വ്യതിചലിച്ചു പോകും. നമ്മുടെ തിന്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പൈശാചികമായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അവിടെ നിന്ന് രക്ഷപ്പെടുക, മുഖ്തസിദുൻ, അതിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ നന്മകൾ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മത്സരിക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സാബിഖും ബിൽ ഖൈറാത്ത്, പരമാവധി നന്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും പരിശ്രമവും ഒക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഒക്കെ ഒരു ഫളലുമൊക്കെ നമ്മളിലേക്ക് പെയ്തിറങ്ങുമെന്നാണ്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.